വെൽക്കം ബാക്ക്. ഇന്ന് അത്യാവശ്യം പുളിയും മധുരവും കലർന്ന ഒരുവിധം പഴുത്ത ഏത്തപ്പഴം കൊണ്ടുണ്ടാക്കിയ പുളിശ്ശേരിയാണ്. അതിനായി 2 ഏത്തപ്പഴം തൊലി പൊളിച്ച് രണ്ടായി പിളർന്ന് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 ഏത്തപ്പഴം ഏകദേശം മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നന്നായിട്ട് കഴുകി ഒരു ചട്ടിയിലോട്ട് പകർത്തി വെച്ചിട്ടുണ്ട്. കൂടെ തന്നെ ഇത് വേവാൻ ആവശ്യമായ 1 കപ്പ് വെള്ളവും ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഏകദേശം ചുരച്ച് പഴുത്ത പഴമായതുകൊണ്ട് ഒരു 8 മിനിറ്റൊക്കെ മതി. തിളച്ചതിന് ശേഷം അടച്ച് വെച്ച് നന്നായി വേവിക്കുക. ഇപ്പോൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി നന്നായി ഒരു 8 മിനിറ്റ് വേവിക്കുക. അതിനിടയിൽ ഒരു മിക്സിയുടെ ബൗളിലോട്ട് ഒരു 1/2 കപ്പ് തേങ്ങയും 10 അല്ലി വെളുത്തുള്ളിയും സ്വല്പം പെപ്പർ കോൺസ് മുഴുവൻ കുരുമുളകും 1/2 ടീസ്പൂൺ ജീരകവും 2 പച്ചമുളകും എരിവിന് വേണ്ടി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് അരയുന്നതിന് ആവശ്യമായ വെള്ളം ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റായി അരയ്ക്കുക. ഇപ്പോൾ നമ്മുടെ കായ കഷ്ണങ്ങൾ ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. എടുത്ത് നോക്കി വെന്തോ എന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം ഈ കൂട്ടിലേക്ക് 4-5 പച്ചമുളക് 2ആയി പൊളിച്ചത് ചേർക്കുക. കൂടെ തന്നെ ഈ ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരതൾ കറിവേപ്പില എല്ലാം ചേർത്ത് നന്നായി ഇളക്കുക. അതിനുശേഷം ഇതിലേക്ക് സ്വല്പം കായപ്പൊടി, കടുക് പൊടി, ഉലുവപ്പൊടി ഇവ 3 ചേർത്ത് ഒന്നും കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ച് 1 മിനിറ്റ് വേവിക്കുക. അതിനുശേഷം നമ്മുടെ അരച്ച മിക്സ് ചേർത്ത് വീണ്ടും 1 മിനിറ്റ് ഇളക്കുക. തേങ്ങ കൂട്ടി അരച്ച മിക്സാണ് ഇപ്പോൾ ചേർത്തത്. മിക്സിയുടെ ബൗൾ കഴുകി കുറച്ചും കൂടി വെള്ളം വേണമെങ്കിൽ നമുക്ക് ഗ്രേവിയുടെ അളവനുസരിച്ച് ചേർക്കാവുന്നതാണ്. എല്ലാം കൂടി തിളച്ച് 1 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തൈര് നന്നായിട്ട് ഉടച്ച് അല്ലെങ്കിൽ മിക്സിയുടെ ബൗളിലിട്ട് ഒന്ന് പതുക്കെ അടിച്ച് ഇതിലേക്ക് ചേർത്ത് ഉടൻ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാവുന്നതാണ്. ഇപ്പോൾ അരപ്പ് ഇട്ട് നന്നായി തിളച്ച് മറിഞ്ഞ് 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തൈര് ഉടച്ചത് ചേർത്തു. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. മറ്റൊരു പാൻ ചൂടാക്കി അതിലേക്ക് കടുക് പൊട്ടിച്ച് 8 അല്ലി ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞ് ചേർത്ത് നന്നായി മൊരിയിക്കുക. ഡെക്കറേഷന് വേണ്ടി മുഴുവൻ മുളകും കറി ലീവ്സും ഇട്ട് എല്ലാം മുരിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ കറിക്കൂട്ടോട് ചേർക്കുക. അത്യാവശ്യം എരിവും പുളിയും മധുരവും കലർന്നൊരു ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. അനക്കാതെ വെച്ചാൽ നമുക്ക് 2 ദിവസമൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കേണ്ടതാകുന്നു.
എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വെജിറ്റേറിയൻ ഡിഷാണ്. ഇഷ്ടപ്പെടുന്നവരെല്ലാം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.